ആത്മബന്ധോ. സുപ്രഭാതം. ഉണർന്നെഴുന്നേൽക്കുക, നല്ല നിമിഷങ്ങളിലേക്ക്, നല്ല ജീവിതാവസരത്തിലേക്ക്. ഈ പ്രഭാതം നമ്മളെ കരുണാർദ്രമായ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കട്ടെ. കരുണ, കമ്പാഷൻ. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത മറ്റൊരാളിലേക്ക് നമ്മൾ നൽകുന്ന എന്തോ ഒരു സഹായം, സേവ എന്നൊക്കെയാണ്. അല്ല, നമ്മൾ ഒരാളോട് കരുണ കാണിക്കുന്നു എങ്കിൽ അതിനർത്ഥം ഈ പ്രപഞ്ചത്തിന് നമ്മളോട് പ്രവർത്തിക്കാൻ, നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മളൊരവസരം കൊടുത്തു എന്നാണ്. അതായത് നമ്മൾ ഒരാളോട് കരുണാർദ്രമായി പെരുമാറുന്നത് ആ ആൾക്ക് വേണ്ടിയിട്ടല്ല, പകരം നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥമായ ചില നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്നേഹത്തിനും കരുണയ്ക്കും നമ്മളിൽ പ്രവർത്തിക്കുവാനാകുന്ന ആ മാജിക്, ആ മാന്ത്രികത, അത് നമ്മൾ അറിയുകയാണ്. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാലങ്ങളായി നമ്മളധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി, മുമ്പെപ്പോഴും നമ്മുടെ നല്ല സുഹൃത്തായിരുന്ന ആളാകാം, നല്ല ബന്ധുവായിരുന്നിരിക്കാം. എന്തോ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത്, അല്ലെങ്കിൽ ശരിയായ ധാരണകൾ തന്നെ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പുറത്തായാലും പിണങ്ങുകയോ മിണ്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഈ ദിവസം നമ്മളൊന്ന് കാണുന്നുവെന്നും നേരെ മുന്നിൽ ചെന്ന് മുഖത്തേക്ക് നോക്കി ആത്മാർത്ഥമായി ഒന്ന് ചിരിച്ചുകൊണ്ട് ആ വ്യക്തിയെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ സുഖമായിരിക്കുന്നുവോ എന്നൊന്ന് ചോദിച്ചുകൊണ്ട് ആ തോളിൽ മെല്ലെ ഒന്ന് സ്പർശിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്നതിനേക്കാൾ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു പരിപൂർണമായ സൗഖ്യം, ആ ഹീലിംഗ് സംഭവിക്കും. നമ്മളുടെ സംഘർഷങ്ങൾ അലിഞ്ഞലിഞ്ഞില്ലാതെയാകുന്നത്, നമ്മളുടെ ആ ഈഗോ ഇല്ലാതെയാകുമ്പോൾ സമർപ്പണം സംഭവിക്കുന്നത് നമ്മൾ അറിയും. അതൊരു പ്രത്യേക സുഖമുള്ള അനുഭൂതിയാണ്. ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. നല്ല സുഹൃത്തുക്കൾ വേണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. അല്ല എങ്കിൽ ഏറ്റവും നന്നായി എല്ലാ കാര്യങ്ങളും പറയുവാനാകുന്ന ഒരു ബന്ധു, ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി, ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സുഹൃത്താകാൻ, സഹോദരിയാകാൻ, സഹോദരനാകാൻ, അല്ലെങ്കിൽ ബന്ധുവാകാൻ? ആ ആൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണം? ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് ആ ഗുണങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കിയെടുക്കാം. ഒരു വ്യക്തി നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റൊരാളോട് പെരുമാറുക. നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ആ സുഹൃത്തായി നിങ്ങളെ സ്വയം സങ്കല്പിച്ച് പെരുമാറുക. അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് നമുക്ക് വേണ്ടുന്ന സുഹൃത്തിനെക്കുറിച്ചുള്ള ധാരണ വർദ്ധിക്കുകയും അതേസമയം നമ്മളറിയാതെ മറ്റൊരാൾക്ക് നല്ലൊരു സുഹൃത്തായി മാറുകയും ചെയ്യാണ്. ഇത് ശരിക്കും നമ്മളെ നന്നായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കും. നമുക്ക് ഈ പ്രേരണകൾ കൊണ്ട് തന്നെ ജീവിതത്തെ മനോഹരമാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു എഫേർട്ട്, ഒരു തപസ് ഇടണം. എഫേർട്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ അയ്യോ, കഠിന ശ്രമം, പരിശ്രമം എന്നൊക്കെയാണോ മനസ്സിൽ വരുന്നത്? അല്ല. എഫേർട്ട് ക്യാൻ ബി എഫേർട്ട്ലെസ്. നമ്മുടെ ശ്രമം ഒരു എഫേർട്ടുമില്ലാത്ത, ഒരുപാട് പരിശ്രമങ്ങളില്ലാത്ത ഒരു എഫേർട്ടാണ്. കരുണയിലൂടെ, സ്നേഹത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ എഫേർട്ട് എത്ര സുഖകരമെന്നോ. അതിനാൽ നിരന്തരമായ ആ തപസ്സിനെ സ്വീകരിക്കാം. ജീവിതത്തിൽ ആ തപസ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതല്ല സ്നേഹം, നമ്മൾ തന്നെ അനുഭവിക്കുകയാണ്. ഓരോ വ്യക്തികളെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ, ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് നമ്മളെ തന്നെയല്ലേ? നമ്മുടെ സംഘർഷങ്ങൾക്ക് ഒരയവ് വരികയാണ് അവിടെ. ജീവിതം എത്രമാത്രം വിലപിടിച്ചതാണ്, വിലപിടിപ്പുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തപസ് എന്നത് എഫേർട്ട്ലെസ് ആകുന്നതിനോടൊപ്പം തന്നെ അതിൽ നമ്മളിടുന്ന ഗുണം, ഓരോ വാക്കുകളിലും ഗുണം സൂക്ഷിക്കണം. ഓരോ ബന്ധങ്ങളും ക്വാളിറ്റിയുള്ളതാകണം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ആ സമയത്തിൻ്റെ
ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിൽ വിശ്വസിക്കണം. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പാർട്ട്ണർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ജോലിസ്ഥലത്ത് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ആ ക്വാളിറ്റി ടൈമായിരിക്കണം. ഗുണമുള്ള, ഏറ്റവും നല്ല ഉള്ളടക്കമുള്ള സമയം. ലോകം അതിവേഗം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കും ആ മാറ്റത്തെ സ്വീകരിക്കുക തന്നെ വേണം. മാറിക്കൊണ്ടേയിരിക്കുന്ന ലോകത്ത് മാറാത്തൊരു മനസ്സുമായി നിൽക്കുന്നതിൽ കാര്യമല്ല. ലോകം മാറുന്നതിനനുസരിച്ച് ലോകം എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രായമേതായാലും ഏത് വയസ്സിലായാലും ഇപ്പോൾ ലോകം എന്താണ് ചെയ്യുന്നത്, ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പുതുതായി പഠിക്കാം. എല്ലാം പഠിക്കുകയും ഈ ലോകത്തിനോടൊപ്പം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി ഒരല്പം സമയം മാറ്റിവെക്കണം എന്നത് മാത്രമാണ് പ്രധാനം. ഓരോ ദിവസവും നമ്മൾ പുതുതായി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം, അത് ഉറപ്പിക്കുക. ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ദിവസം പുതുതായി ഞാൻ എന്താണ് പഠിച്ചത് എന്നാലോചിക്കാം. ചിലപ്പോൾ നമ്മൾ ഇതുവരെ പരിചയിക്കാത്ത ഒരു വാക്കായിരിക്കാം. ആ വാക്ക് അന്ന് പഠിച്ചു, അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി എങ്കിൽ ജീവിതത്തിന് അർത്ഥമുള്ളതായി മാറുന്നത് മനസ്സിലാക്കാനാകും. അറിവ്, നോളേജ്, യുവർ പെർസ്യൂട്ട് ഓഫ് നോളേജ്. ആ അറിവിന് വേണ്ടിയിട്ടുള്ള അഗാധമായ അന്വേഷണം, അതിൻ്റെ കണ്ടെത്തലുകൾ, അത് ജീവിതത്തെ ഒരു പ്രത്യേകതരമായ ഉണർവിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ കരുണാർദ്രമായി, സ്നേഹാർദ്രമായി, സേവനാപരമായി പെരുമാറുന്നതിനോടൊപ്പം നമ്മൾ നമുക്ക് അറിവ് പകർന്നു കൊടുക്കുക കൂടി വേണം. അറിവിൻ്റെ ഒരു സഞ്ചാരം നമ്മളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അറിവിൻ്റെ അന്വേഷണം നമ്മളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ബി എ സീക്കർ, അന്വേഷിയായിരിക്കുക. പുതുതായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളിലും സന്തോഷത്തോടു കൂടിയിരിക്കുക. നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. ഒപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുക. ഇന്നെനിക്കെന്തുണ്ടോ, ഈ ദിവസം എനിക്കെന്തൊക്കെ ചിന്തിക്കാനാകുന്നുണ്ടോ, ഈ ദിവസം എനിക്കെന്തൊക്കെ ചെയ്യാനാകും എന്ന് പദ്ധതിയിടുന്നുണ്ടോ, അതിലൊക്കെയും കടപ്പെട്ടിരിക്കുക. ആരോടെന്ന് ചോദിച്ചാൽ ആരോടൊക്കെയോ. ആ പരമാത്മാവിനോട്, ഈ പ്രപഞ്ചത്തിനോട്, ഈ പ്രകൃതിയോട്, ഈ ജന്മം നൽകിയ അച്ഛനോട്, അമ്മയോട്, അങ്ങനെ ഈ കടപ്പാട് നീണ്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ദിവസം ഉത്സാഹഭരിതരായി ഉണർന്നെഴുന്നേൽക്കുക. നമുക്ക് അറിവ് ധാരാളമായി നേടേണ്ടതുണ്ട്. കരുണയോടുകൂടി ലോകത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. ഒപ്പം കൃതജ്ഞതയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. ആത്മബന്ധു ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.